തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 15-ാം അധ്യായം. കരിഞ്ഞ മുന്തിരിത്തണ്ട്. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, മുന്തിരിത്തണ്ടിന് മറ്റു വൃക്ഷങ്ങളെക്കാൾ എന്ത് മേന്മ? അതിൻ്റെ ശാഖകൾക്ക് വനത്തിലെ വൃക്ഷങ്ങളുടെ ശാഖകളേക്കാൾ എന്ത് ശ്രേഷ്ഠത? എന്തെങ്കിലും നിർമ്മിക്കാൻ അതിൻ്റെ തടി ഉപയോഗിക്കാറുണ്ടോ? പാത്രം തൂക്കിയിടാനുള്ള കൊളുത്ത് അതിൽ നിന്നെടുക്കാറുണ്ടോ? വിറകായി തീയിലിടുമ്പോൾ അതിൻ്റെ രണ്ടറ്റവും കത്തി മധ്യഭാഗം കരിഞ്ഞാൽ അത് എന്തിനെങ്കിലും പ്രയോജനപ്പെടുമോ? മുഴുവനോടായിരുന്നപ്പോൾ അത് ഒന്നിനും ഉപകരിച്ചില്ല. അത് കത്തിക്കരിഞ്ഞ ശേഷം വല്ലതിനും ഉപകരിക്കുമോ? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, വനവൃക്ഷങ്ങൾക്കിടയിൽ വളരുന്ന മുന്തിരിയുടെ തണ്ടിനെ തീയിലിടുന്നത് പോലെ ജെറുസലേം നിവാസികളെ ഞാൻ കൈവെടിയും. ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കും. അവർ തീയിൽ നിന്ന് ഓടിയകന്നാലും തീ അവരെ ദഹിപ്പിക്കും. ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. അവർ അവിശ്വസ്തരായി പെരുമാറിയതുകൊണ്ട് ഞാൻ ആ ദേശത്തെ വിജനമാക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എസെക്കിയേലിന്റെ 16-ാം അധ്യായം. അവിശ്വസ്തയായ ജെറുസലേം. കർത്താവ് വീണ്ടും എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിനെ അവളുടെ മ്ലേച്ഛതകൾ ബോധ്യപ്പെടുത്തുക. ദൈവമായ കർത്താവ് ജെറുസലേമിനോട് അരുളിച്ചെയ്യുന്നു, നിന്റെ പിതൃദേശവും ജനനസ്ഥലവും കാനാനാണ്. നിന്റെ പിതാവ് അമോര്യനും മാതാവ് ഹിത്തിയുമാണ്. നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൾക്കൊടി മുറിച്ചിരുന്നില്ല. നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല. ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചിയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിലൊന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിംപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു. നിന്റെ മാറിടം വളർന്നു, മുടി തഴച്ചു. എങ്കിലും നീ നഗ്നയും അനാവൃതയുമായിരുന്നു. ഞാൻ വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നിന്നെ നോക്കി, നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എൻ്റേതായി തീർന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് തൈലം പൂശി. ഞാൻ നിന്നെ ചിത്രത്തുന്നലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, തുകൽ ചെരുപ്പുകൾ അണിയിച്ചു. ചണച്ചരട് അരയിൽ കെട്ടുകയും പട്ടുടുപ്പ് അണിയിക്കുകയും ചെയ്തു. ഞാൻ നിന്നെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. കൈകളിൽ വളയും കഴുത്തിൽ മാലയും ഇട്ടു. ഞാൻ നിന്നെ മൂക്കുത്തിയും കമ്മലുകളും ധരിപ്പിച്ചു. നിന്റെ തലയിൽ മനോഹരമായ കിരീടം ചാർത്തി. സ്വർണവും വെള്ളിയും കൊണ്ട് നീ അലങ്കൃതയായി. നേർത്ത ചണവും പട്ടും ചിത്രത്തുന്നലുള്ള വസ്ത്രവുമായിരുന്നു നിന്റെ വേഷം. നേർത്ത മാവും തേനും എണ്ണയുമായിരുന്നു നിന്റെ ആഹാരം. നീ അതീവ സുന്ദരിയായി വളർന്ന് രാജകീയ പ്രൗഢി ആർജിച്ചു. സൗന്ദര്യം കൊണ്ട് നീ ജനതകൾക്കിടയിൽ പ്രശസ്തയായി.
എന്തെന്നാൽ ഞാൻ നൽകിയ കാന്തി അതിന് പൂർണ്ണത നൽകി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു. നിന്റെ കീർത്തിയുടെ ബലത്തിൽ നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. ഏതു വഴിപോക്കനുമായും നീ വേശ്യാവൃത്തിയിൽ മുഴുകി. നിന്റെ വസ്ത്രങ്ങൾ ചിരതെടുത്ത് ഉന്നത മണ്ഡപങ്ങൾ അലങ്കരിച്ച് അവയിൽ വെച്ച് നീ വ്യഭിചാരം ചെയ്തു. ഇങ്ങനെയൊന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഞാൻ നൽകിയ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെടുത്ത് മനുഷ്യരൂപങ്ങളുണ്ടാക്കി അവയുമായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. ചിത്രത്തുന്നലുള്ള നിന്റെ വസ്ത്രങ്ങൾ നീ അവയെ അണിയിച്ചു. നിന്റെ തൈലവും ധൂപവും അവയ്ക്ക് മുമ്പിൽ നീ സമർപ്പിച്ചു. ഞാൻ നിനക്ക് ആഹാരത്തിനായി നൽകിയ നേരിയ മാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പിൽ പരിമളദ്രവ്യമായി അർപ്പിച്ചു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എനിക്ക് നിന്നിൽ ജനിച്ച പുത്രന്മാരെയും പുത്രിമാരെയും നീ അവയ്ക്ക് ഭോജനമായി ബലിയർപ്പിച്ചു. നിന്റെ വേശ്യാവൃത്തി കൊണ്ട് മതിവരാഞ്ഞിട്ടാണോ നീ എൻ്റെ കുട്ടികളെ വധിക്കുകയും അവരെ അവയ്ക്ക് ദഹനബലിയായി അർപ്പിക്കുകയും ചെയ്തത്? ചെറുപ്പത്തിൽ നഗ്നയും അനാവൃതിയുമായി ചോരയിൽ കുളിച്ചു കിടന്നത് നീ നിന്റെ മ്ലേച്ഛതകൾക്കും വ്യഭിചാരത്തിനുമിടയ്ക്ക് ഓർമ്മിച്ചില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ദുരിതം, നിനക്ക് ദുരിതം. നിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങൾക്കും ശേഷം നീ ഓരോ തെരുവിലും ഭദ്രപീഠവും ഉന്നത മണ്ഡപവും നിർമ്മിച്ചു. ഓരോ വഴിക്കവലയ്ക്കും നീ ഉന്നത മണ്ഡപങ്ങളുണ്ടാക്കി. അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി. വഴിപോക്കർക്കെല്ലാം നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം തുടർന്നു. ഭോഗാസക്തരും നിന്റെ അയൽക്കാരുമായ ഈജിപ്തുകാരുമായി നീ വ്യഭിചരിച്ചു. വ്യഭിചാരത്തിൽ മുഴുകി നീ എന്നെ പ്രകോപിച്ചു. അതുകൊണ്ട് നിനക്കെതിരെ ഞാൻ കരം നീട്ടി നിന്റെ ഓഹരി വെട്ടിക്കുറച്ചു. നിന്നെ വെറുക്കുന്നവരും നിന്റെ മ്ലേച്ഛ സ്വഭാവത്തിൽ ലജ്ജിതരുമായ ഫിലിസ്ത്യ പുത്രിമാർക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുത്തു. മതിവരാഞ്ഞിട്ട് നീ അസ്രിയാക്കാരോടൊത്ത് വ്യഭിചരിച്ചു. നീ അവരുമായി സംഗമിച്ചിട്ടും സംതൃപ്തയായില്ല. വ്യാപാരികളായ കൽദായരുടെയുമായും നീ വ്യഭിചാരത്തിൽ മുഴുകി, എന്നിട്ടും നീ സംതൃപ്തയായില്ല. ലജ്ജയില്ലാത്ത വേശ്യയെപ്പോലെ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നീ എത്ര കാമാതുരയാണെന്ന് വ്യക്തമാക്കുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. വഴിക്കവലകളിൽ ഭദ്രപീഠങ്ങളും പൊതുസ്ഥലങ്ങളിൽ ഉന്നത മണ്ഡപങ്ങളും നീ സ്ഥാപിച്ചു. എന്നാൽ പ്രതിഫലം വെറുത്തിരുന്നതിനാൽ നീ വേശ്യയെപ്പോലെ ആയിരുന്നില്ല. ഭർത്താവിന് പകരം അന്യപുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്വൈരിണിയായ ഭാര്യയെപ്പോലെയാണ് നീ. വേശ്യകൾ പ്രതിഫലം സ്വീകരിക്കുന്നു, നീയാകട്ടെ കാമുകന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നു. വ്യഭിചാരത്തിനായി നാനാഭാഗത്തു നിന്നും നിന്റെ അടുത്തെത്തിച്ചേരാൻ നീ അവർക്ക് കൂലി കൊടുക്കുന്നു. വ്യഭിചാരത്തിൻ്റെ കാര്യത്തിൽ നീ മറ്റു സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തയാണ്. ആരും വ്യഭിചാരത്തിനായി നിന്നെ ക്ഷണിച്ചിട്ടില്ല. നീ അങ്ങോട്ട് പ്രതിഫലം നൽകുന്നു, നിനക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. അതാണ് നിനക്കുള്ള വ്യത്യാസം. അഭിസാരികേ, കർത്താവിൻ്റെ വചനം കേൾക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നീ കാമുകന്മാർക്കൊപ്പം വ്യഭിചാരത്തിൽ നിർജ്ജലം നിന്റെ നഗ്നത തുറന്നുകാട്ടി. നീ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും നിന്റെ മക്കളുടെ രക്തം അവയ്ക്ക് അർപ്പിക്കുകയും ചെയ്തു. അതിനാൽ നിന്നോടൊപ്പം രമിച്ച എല്ലാ കാമുകന്മാരെയും നീ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും. അവർ കാണേണ്ടതിന് അവരെ നിനക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടി അവരുടെ മുമ്പിൽ നിന്റെ നഗ്നത ഞാൻ അനാവരണം ചെയ്യും. വിവാഹബന്ധം വിച്ഛേദിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്ന സ്ത്രീകളെ വിധിക്കുന്നത് പോലെ നിന്നെയും ഞാൻ വിധിക്കും. ക്രോധത്തോടും അസൂയയോടും കൂടെ ഞാൻ നിന്നെ രക്തത്തിലാഴ്ത്തും. ഞാൻ നിന്നെ നിന്റെ കാമുകന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിന്റെ ഭദ്രപീഠങ്ങൾ തട്ടിത്തകർക്കുകയും ഉന്നത മണ്ഡപങ്ങൾ ഇടിച്ചു നിരത്തുകയും ചെയ്യും. നിന്റെ വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞുകളയും, ആഭരണങ്ങൾ അവർ അപഹരിക്കും. അവർ നിന്നെ നഗ്നയും അനാവൃതയുമായി ഉപേക്ഷിക്കും.
അവർ നിനക്കെതിരെ സൈന്യത്തെ അണിനിരത്തും. അവർ നിന്നെ കല്ലെറിയുകയും വാളുകൊണ്ട് വെട്ടിനുറുക്കുകയും ചെയ്യും. നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാക്കും. അനേകം സ്ത്രീകളുടെ കൺമുമ്പിൽ വച്ച് നിന്റെ മേൽ അവർ ശിക്ഷാവിധി നടപ്പിലാക്കും. നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കും. നീ ഇനി ആർക്കും പ്രതിഫലം നൽകുകയില്ല. അങ്ങനെ എൻ്റെ കോപം നിന്റെ മേൽ പ്രയോഗിച്ചു ഞാൻ തൃപ്തി അടയും. എൻ്റെ അസൂയ നിന്നെ വിട്ടകലും. ഞാൻ കോപമടക്കി ശാന്തനാകും. നീ നിന്റെ ചെറുപ്പകാലം വിസ്മരിക്കുകയും ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് എൻ്റെ ക്രോധം ജ്വലിപ്പിക്കുകയും ചെയ്തതിനാൽ നിന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ നിന്റെ തലയിൽ തന്നെ ഞാൻ വരുത്തും. നിന്റെ എല്ലാ മ്ലേച്ഛതകൾക്കുപരിയായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടല്ലോ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പഴഞ്ചൊല്ല് ഇഷ്ടപ്പെടുന്നവർ നിന്നെപ്പറ്റി അമ്മയെപ്പോലെ മകളും എന്ന പഴമൊഴി ഉപയോഗിക്കും. ഭർത്താവിനെയും കുട്ടികളെയും വെറുത്ത അമ്മയുടെ മകളാണ് നീ. ഭർത്താക്കന്മാരെയും കുട്ടികളെയും വെറുത്ത സഹോദരിമാരുടെ സഹോദരിയാണ് നീ. നിന്റെ മാതാവ് ഹിത്തയും പിതാവ് അമോര്യനുമാണ്. നിന്റെ മൂത്ത സഹോദരി സമരിയ ആണ്. അവൾ തൻ്റെ പെൺമക്കളോടൊത്ത് നിന്റെ വടക്ക് വശത്ത് താമസിച്ചു. നിന്റെ ഇളയ സഹോദരി സോദോമാണ്. അവൾ തൻ്റെ പെൺമക്കളോടൊത്ത് നിന്റെ തെക്ക് വശത്ത് താമസിച്ചു. അവരുടെ പാതയിൽ ചരിച്ചതുകൊണ്ട് നിനക്ക് മതിയായില്ല. അവരുടെ മ്ലേച്ഛതകൾ കൊണ്ട് നിനക്ക് തൃപ്തി വന്നില്ല. അതൊക്കെ നിസാരമെന്ന ഭാവത്തിൽ എല്ലാ തരത്തിലും നീ അവരെക്കാൾ വഷളായി. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാനാണേ നീയും നിന്റെ പുത്രിമാരും ചെയ്തതുപോലെ നിന്റെ സഹോദരിയായ സോദോമും അവളുടെ പുത്രിമാരും ചെയ്തിട്ടില്ല. നിന്റെ സഹോദരിയായ സോദോമിൻ്റെ തെറ്റ് ഇതായിരുന്നു. പ്രൗഢിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിട്ടും അവളും അവളുടെ പുത്രിമാരും നിർധനരെയും അഗതികളെയും തുണച്ചില്ല. അവർ ഗർവിഷ്ഠരായിരുന്നു. എൻ്റെ മുമ്പിൽ അവർ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു. അതുകണ്ട് ഞാൻ അവരെ നിർമ്മാർജ്ജനം ചെയ്തു. നീ ചെയ്ത തിന്മയുടെ പകുതി പോലും സമരിയ ചെയ്തില്ല. നീ അവരെക്കാൾ കൂടുതൽ മ്ലേച്ഛത പ്രവർത്തിച്ചു. നീ പ്രവർത്തിച്ച മ്ലേച്ഛതകൾ കണക്കിലെടുത്താൽ നിന്റെ സഹോദരികൾ നീതിയുള്ളവരായി തോന്നും. നിന്റെ അവമതി നീ സഹിക്കണം. നിന്റെ സഹോദരിമാരെക്കാൾ ഏറെ മ്ലേച്ഛതകൾ നീ പ്രവർത്തിച്ചതിനാൽ നിന്നോട് തുലനം ചെയ്യുമ്പോൾ അവർ നിഷ്കളങ്കരായി തോന്നും. ലജ്ജിച്ച് അവമാനമേൽക്കുക. എന്തെന്നാൽ നിന്റെ സഹോദരിമാർ നീതിയുള്ളവരെന്ന് തോന്നിക്കാൻ നീ ഇടയാക്കി. സോദോമിൻ്റെയും അവളുടെ പുത്രിമാരുടെയും സമരിയായുടെയും അവളുടെ പുത്രിമാരുടെയും സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും. അതോടൊപ്പം അവരുടെ മദ്യത്തിൻ്റെ സുസ്ഥിതിയും ഞാൻ പുനഃസ്ഥാപിക്കും. അങ്ങനെ അവർക്ക് ഒരാശ്വാസമാകത്തക്ക വിധം നീ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നീ ലജ്ജിച്ച് അവമാനമേൽക്കും. നിന്റെ സഹോദരിമാരായ സോദോമും സമരിയായും അവരുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിവരും. നീയും നിന്റെ പുത്രിമാരും നിങ്ങളുടെ പൂർവ്വസ്ഥിതി പ്രാപിക്കും. നിന്റെ ദുഷ്ടതകൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നീ അഹങ്കരിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ സഹോദരിയായ സോദോമിൻ്റെ പേരുച്ചരിക്കാൻ നിന്റെ അധരങ്ങൾ ലജ്ജിച്ചിരുന്നില്ലേ? ഇപ്പോൾ നിന്നെ അധിക്ഷേപിക്കാത്തവരായി നിന്റെ ചുറ്റുമുള്ള ഏദോം പുത്രിമാർക്കും അവളുടെ അയൽക്കാർക്കും ഫിലിസ്ത്യ പുത്രിമാർക്കും നീയും അവളെപ്പോലെ പരിഹാസപാത്രമായിരിക്കുന്നു. നിന്റെ വ്യഭിചാരത്തിൻ്റെയും മ്ലേച്ഛതയുടെയും ശിക്ഷയെ നീ ഏൽക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ശാശ്വതമായ ഉടമ്പടി. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നീ പ്രവർത്തിച്ചതുപോലെ നിന്നോട് ഞാൻ പ്രവർത്തിക്കും. നീ ഉടമ്പടി ലംഘിച്ച് പ്രതിജ്ഞ അവഹേളിച്ചു. എങ്കിലും നിന്റെ യൗവനത്തിൽ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും. നീയുമായി ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും. നിന്റെ പ്രവൃത്തികൾ അപ്പോൾ നീ ഓർമ്മിക്കും. നിന്റെ മൂത്തതും ഇളയതുമായ സഹോദരിമാരെ ഉടമ്പടി പ്രകാരമല്ലാതെ തന്നെ നിനക്ക് ഞാൻ പുത്രിമാരായി നൽകും. അവരെ സ്വീകരിക്കുമ്പോൾ നീ ലജ്ജിക്കും. നീയുമായി ഞാൻ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. അങ്ങനെ നിന്റെ പ്രവൃത്തികൾക്ക്
ഞാൻ മാപ്പു നൽകുമ്പോൾ നീ അവയോർത്ത് ലജ്ജിച്ച് മൗനം ഭജിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. യെസക്കിയേലിന്റെ 17-ാം അധ്യായം. മുന്തിരിച്ചെടിയും കഴുകന്മാരും. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് ഒരു കടങ്കഥ പറയുക, ഒരു അന്യാപദേശം വിവരിക്കുക. നീ പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, വലിയ ചിറകുകളും നീണ്ടതും നിറപ്പകിട്ടുള്ളതുമായ ധാരാളം തൂവലുകളും ഉള്ള ഒരു വലിയ കഴുകൻ ലെബനോനിൽ വന്ന് ഒരു ദേവദാരുവിൻ്റെ അഗ്രഭാഗം കൊത്തിയെടുത്തു. അവൻ അതിൻ്റെ ഇളം ചില്ലകളുടെ അഗ്രം അടർത്തിക്കളഞ്ഞിട്ട് വാണിജ്യത്തിൻ്റെ നാട്ടിൽ വ്യാപാരികളുടെ നഗരത്തിൽ അത് നട്ടു. അവൻ ആ ദേശത്തെ ഒരു വിത്തെടുത്ത് ഫലഭൂയിഷ്ഠമായ മണ്ണിൽ നിറഞ്ഞ ജലാശയത്തിനരികിൽ അരളിയുടെ കമ്പ് നടുന്നതുപോലെ നട്ടു. അത് മുളച്ച് താഴ്ന്നു പടരുന്ന ഒരു മുന്തിരിച്ചെടിയായി തീർന്നു. അതിൻ്റെ ശാഖകൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞിരുന്നു. വേരുകൾ അടിയിലേക്കിറങ്ങി. അത് മുന്തിരിച്ചെടിയായി വളർന്ന് ശാഖകൾ വീശി ഇലകൾ നിറഞ്ഞു. വലിയ ചിറകുകളും ധാരാളം തൂവലുകളുമുള്ള മറ്റൊരു കഴുകനും ഉണ്ടായിരുന്നു. തന്നെ അവൻ നനയ്ക്കുമെന്ന് കരുതി മുന്തിരിച്ചെടി അവൻ്റെ നേരെ ശാഖകൾ നീട്ടുകയും വേരുകൾ അവൻ്റെ നേരെ തിരിച്ചുവിടുകയും ചെയ്തു. ശാഖകൾ വീശി ഫലമണിഞ്ഞ് ഒരു നല്ല മുന്തിരിച്ചെടിയായി തീരാൻ വേണ്ടി അവൻ അതിനെ നിറഞ്ഞ ജലാശയത്തിനരികിൽ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ പറിച്ചു നട്ടു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നുവെന്ന് പറയുക, അത് തഴച്ച് വളരുമോ? അവനെ അതിൻ്റെ വേരുകൾ പറിച്ചെടുക്കുകയും ശാഖകൾ വെട്ടിമാറ്റുകയും ചെയ്യുകയില്ലേ? അതിൻ്റെ തളിർപ്പുകൾ കരിഞ്ഞു പോവുകയില്ലേ? അത് പിഴുതെടുക്കാൻ വലിയ ശക്തിയോ ഏറെ ആളുകളോ ആവശ്യമില്ല. പറിച്ചു നട്ടാൽ അത് തഴച്ചു വളരുമോ? കിഴക്കൻ കാറ്റടിക്കുമ്പോൾ അത് നിശേഷം നശിച്ചു പോവുകയില്ലേ? വളരുന്ന തടത്തിൽ തന്നെ നിന്ന് അത് കരിഞ്ഞു പോവുകയില്ലേ? കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, ധിക്കാരികളുടെ ഭവനത്തോട് പറയുക, ഇതിൻ്റെ അർത്ഥമെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അവരോട് പറയുക, ബാബിലോൺ രാജാവ് ജെറുസലേമിൽ വന്ന് അവളുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ രാജകുമാരന്മാരിലൊരുവനെ തിരഞ്ഞെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവനെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും ചെയ്തു. സ്വയം ഉയരാനാവാത്ത വിധം രാജ്യം ദുർബലമാകാനും അവൻ്റെ ഉടമ്പടി പാലിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കാനുമായി അവൻ അവിടുത്തെ പ്രബലന്മാരെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. എന്നാൽ അവൻ കുതിരകളെയും വലിയ ഒരു സൈന്യത്തെയും ആവശ്യപ്പെട്ടുകൊണ്ട് ഈജിപ്തിലേക്ക് സ്ഥാനാധിപതികളെ അയച്ച് അവനെ ധിക്കരിച്ചു. അവൻ വിജയിക്കുമോ? ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുവന് രക്ഷപ്പെടാനാകുമോ? അവന് ഉടമ്പടി ലംഘിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണേ ആര് അവനെ രാജാവാക്കിയോ, ആരോടുള്ള പ്രതിജ്ഞ അവൻ അവഹേളിച്ചുവോ, ആരുടെ ഉടമ്പടി അവൻ ലംഘിച്ചുവോ, ആ രാജാവ് വസിക്കുന്ന ബാബിലോണിൽ വെച്ച് തന്നെ അവൻ മരിക്കും. വളരെ പേരെ നശിപ്പിക്കാൻ കോട്ട കെട്ടി ഉപരോധമേർപ്പെടുത്തുമ്പോൾ ഫറവോയുടെ ശക്തമായ സൈന്യവും സന്നാഹങ്ങളും അവനെ യുദ്ധത്തിൽ സഹായിക്കുകയില്ല. എന്തെന്നാൽ രാജകുമാരൻ പ്രതിജ്ഞ അവഗണിച്ച് ഉടമ്പടി ലംഘിച്ചു. കൈകൊടുത്ത് സത്യം ചെയ്തിരുന്നിട്ടും ഇങ്ങനെ പ്രവർത്തിച്ചത് മൂലം അവൻ രക്ഷപ്പെടുകയില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണേ അവൻ എൻ്റെ പ്രതിജ്ഞ ധിക്കരിക്കുകയും എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും ചെയ്തതിനുള്ള പ്രതികാരം അവൻ്റെ തലയിൽ തന്നെ ഞാൻ വരുത്തും. അവൻ്റെ മേൽ ഞാൻ വല വീശും. അവൻ എൻ്റെ കെണിയിൽ വീഴും. അവനെ ഞാൻ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. അവൻ എനിക്കെതിരെ ചെയ്ത അതിക്രമത്തിനു ഞാൻ അവിടെ വച്ച് അവനെ വിധിക്കും. അവൻ്റെ സൈന്യത്തിൻ്റെ വീരന്മാർ വാളിനിരയാകും. ശേഷിക്കുന്നവർ നാനാദിക്കിലേക്ക് ചിതറിക്കപ്പെടും. കർത്താവായ ഞാനാണ് സംസാരിച്ചതെന്ന് നിങ്ങൾ അപ്പോൾ അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് ഞാൻ നടും. അതിൻ്റെ ഇളം ചില്ലകളിൽ
ഏറ്റവും മുകളിലുള്ളതെടുത്ത് ഉന്നതമായ പർവ്വതശൃംഗത്തിൽ നട്ടുപിടിപ്പിക്കും. ഇസ്രായേലിലെ പർവ്വതശൃംഗത്തിൽ തന്നെ ഞാൻ അത് നടും. അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും. എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ കീഴിൽ വസിക്കും. അതിൻ്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകൂട്ടും. കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്. ഞാനത് നിറവേറ്റുകയും ചെയ്യും. എസെക്കിയേലിൻ്റെ 18-ാം അധ്യായം. വ്യക്തിപരമായ ഉത്തരവാദിത്വം. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന്? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണ് ഈ പഴമൊഴി ഇനിയൊരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ. അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിലെ വിഗ്രഹങ്ങൾക്ക് നേർക്ക് കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല. അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല. അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല. കടക്കാരന് പണയ വസ്തു തിരികെ നൽകുന്നു. കൊള്ളയടിക്കുന്നില്ല. അവൻ വിശക്കുന്നവന് ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല. അകൃത്യങ്ങൾ ചെയ്യുന്നില്ല. മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു. അവനാണ് നീതിമാൻ. അവൻ തീർച്ചയായും ജീവിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്നാൽ അവന് കൊള്ളക്കാരനും കൊലപാതകിയുമായ ഒരു പുത്രനുണ്ടായിരുന്നിരിക്കട്ടെ. അവൻ തൻ്റെ പിതാവ് ചെയ്തിട്ടില്ലാത്ത തിന്മകൾ ചെയ്തു. പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയും അയൽവാസികളുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയും ചെയ്തു വന്നിരിക്കട്ടെ. അവൻ ദരിദ്രരെയും അഗതികളെയും പീഡിപ്പിക്കുകയും കൊള്ള ചെയ്യുകയും പണയവസ്തു തിരിച്ചു കൊടുക്കാതിരിക്കുകയും വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുകൾ ഉയർത്തുകയും മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. അവൻ പലിശ വാങ്ങുകയും ലാഭമെടുക്കുകയും ചെയ്യുന്നവനായിരിക്കാം. അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ? ഇല്ല. ഈ മ്ലേച്ഛതകളൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ തീർച്ചയായും മരിക്കും. അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കും. എന്നാൽ ഈ മനുഷ്യന് ഒരു പുത്രൻ ജനിക്കുകയും അവൻ തൻ്റെ പിതാവിൻ്റെ പാപം കണ്ട് ഭയപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കാതിരിക്കുകയും ഇസ്രായേലിലെ വിഗ്രഹങ്ങൾക്ക് നേർക്ക് കണ്ണുകൾ ഉയർത്താതിരിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു. അവൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല. പണയം തിരിച്ചു കൊടുക്കുന്നു. കൊള്ള ചെയ്യുന്നില്ല. അവൻ വിശക്കുന്നവന് തൻ്റെ ആഹാരം കൊടുക്കുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ അകൃത്യം പ്രവർത്തിക്കുന്നില്ല. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല. എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല. അവൻ തീർച്ചയായും ജീവിക്കും. അവൻ്റെ പിതാവാകട്ടെ കവർച്ച നടത്തുകയും സഹോദരനെ കൊള്ളയടിക്കുകയും സ്വജനങ്ങൾക്കിടയിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ അകൃത്യങ്ങൾ നിമിത്തം മരിക്കും. പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരം വർത്തിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല.
നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ അവനെതിരായി പരിഗണിക്കപ്പെടുകയില്ല. അവൻ പ്രവർത്തിച്ചിട്ടുള്ള നീതിയെ പ്രതി അവൻ ജീവിക്കും. ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തു നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം. നീതിമാൻ നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിക്കുകയും ദുഷ്ടൻ പ്രവർത്തിക്കുന്ന മ്ലേച്ഛതകൾ തന്നെ ആവർത്തിക്കുകയും ചെയ്താൽ അവൻ ജീവിക്കുമോ? അവൻ ചെയ്തിട്ടുള്ള നീതിപൂർവകമായ പ്രവൃത്തികളൊന്നും പരിഗണിക്കപ്പെടുകയില്ല. അവൻ്റെ അവിശ്വസ്തതയും പാപവും മൂലം അവൻ മരിക്കും. എന്നിട്ടും കർത്താവിൻ്റെ വഴി നീതിപൂർവമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ, കേൾക്കുക, എൻ്റെ വഴി നീതിപൂർവകമല്ലേ? നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്? നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും. അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്നും പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. എന്നിട്ടും കർത്താവിൻ്റെ വഴികൾ നീതിപൂർവകമല്ല എന്ന് ഇസ്രായേൽ ഭവനം പറയുന്നു. ഇസ്രായേൽ ഭവനമേ, എൻ്റെ വഴികൾ നീതിപൂർവകമല്ലേ? നിങ്ങളുടെ മാർഗങ്ങളല്ലേ നീതിരഹിതം? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരെയും താൻ താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിലും നിന്ന് പിന്തിരിയുവിൻ. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിന് മരിക്കണം? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ. എസെക്കിയേലിൻ്റെ 19-ാം അധ്യായം. വിലാപഗാനം. ഇസ്രായേലിലെ പ്രഭുക്കന്മാരെ കുറിച്ച് നീ ഒരു വിലാപഗാനം ആലപിക്കുക. നിന്റെ അമ്മ സിംഹങ്ങളുടെ ഇടയിൽ ഒരു സിംഹിയായിരുന്നു. യുവസിംഹങ്ങൾക്കിടയിൽ അവൾ തൻ്റെ കുട്ടികളെ വളർത്തി. അവയിലൊന്ന് ഒരു യുവസിംഹമായി വളർന്ന് ഇരപിടിക്കാൻ ശീലിച്ചു. അവൻ മനുഷ്യരെ വിഴുങ്ങി. ജനതകൾ അവനെപ്പറ്റി കേട്ടു. അവൻ അവരുടെ കുഴിയിൽ വീണു. കൊളുത്തിട്ടു വലിച്ച് അവനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കാത്തിരുന്ന് പ്രതീക്ഷയേറ്റപ്പോൾ അവൾ മറ്റൊരു കുട്ടിയെ യുവസിംഹമായി വളർത്തിയെടുത്തു. അവൻ സിംഹങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച് ഒരു യുവസിംഹമായി വളർന്നു. അവൻ ഇര തേടാൻ ശീലിച്ചു. മനുഷ്യരെ വിഴുങ്ങി. അവൻ അവരുടെ കോട്ടകൾ നശിപ്പിക്കുകയും നഗരങ്ങൾ ശൂന്യമാക്കുകയും ചെയ്തു. അവൻ്റെ ഗർജനം കേട്ട് ദേശവും ദേശവാസികളും ഭയചകിതരായി. ജനതകളെല്ലാ ദിക്കുകളിൽ നിന്ന് അവനെതിരെ പുറപ്പെട്ടു. അവർ അവൻ്റെ മേൽ വല വീശി. അവൻ അവരുടെ കുഴിയിൽ വീണു. കൊളുത്തുകളിട്ട് കൂട്ടിലടച്ച് അവർ അവനെ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. ഇസ്രായേൽ മലകളിൽ അവൻ്റെ സ്വരം മേലിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി അവനെ അവർ തുറങ്കിലടച്ചു. നിന്റെ അമ്മ ജലാശയത്തിനടുത്ത് നട്ടിരിക്കുന്ന മുന്തിരിച്ചെടി പോലെയാണ്. ധാരാളമായി വെള്ളം കിട്ടിയത് മൂലം അത് വളർന്ന് ശാഖകൾ വീശി നിറയെ ഫലം പുറപ്പെടുവിച്ചു. ഭരണാധിപന്മാരുടെ ചെങ്കോലിന് ഉതകും വിധം ബലമേറിയ കൊമ്പുകൾ അതിലുമേലുണ്ടായി. തഴച്ചു വളർന്ന കൊമ്പുകൾക്കിടയിലൂടെ അത് തലയുയർത്തു നിന്നു. ധാരാളം ശാഖകളോടെ അത് ഉയർന്നു കാണപ്പെട്ടു. എന്നാൽ അത് ക്രോധത്തോടെ പിഴുതെറിയപ്പെട്ടു. കിഴക്കൻ കാറ്റ് അതിനെ ഉണക്കി. അതിൻ്റെ പഴങ്ങൾ പൊഴിഞ്ഞുപോയി. അതിൻ്റെ ബലമേറിയ കൊമ്പുകൾ ഉണങ്ങിപ്പോയി. അഗ്നി അവനെ ദഹിപ്പിച്ചു കളഞ്ഞു. അതിനെ ഇപ്പോൾ മരുഭൂമിയിൽ ഉണങ്ങി വരേണ്ട മണ്ണിൽ നട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ശാഖയിൽ നിന്ന്
തീ പുറപ്പെട്ട് ഫലങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ഭരണാധിപന് ചെങ്കോലായി തീരത്തക്ക വിധം ബലമേറിയ കൊമ്പൊന്നും അതിൽ അവശേഷിച്ചില്ല. ഇതൊരു വിലാപഗീതമായിരിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.